സദ്ധർമ്മ സന്ദേശം. സച്ചിദാനന്ദ സ്വരൂപികളെ സാദരം വന്ദേ മാതരം. ഹിന്ദു സനാതനധർമ്മത്തിൻ്റെ സവിശേഷതകൾ നമ്മൾ മനനം ചെയ്തു വരികയാണ്. ഹിന്ദുധർമ്മം കർമ്മവാദിയാണ്, ഭാഗ്യവാദിയല്ല. ഇതാണ് ഹിന്ദുധർമ്മത്തിൻ്റെ 4ാമത്തെ സവിശേഷത. ഹിന്ദു സനാതനധർമ്മത്തിൽ കർമ്മസിദ്ധാന്തം വളരെ ശ്രേഷ്ഠമാണ്. ലോകത്തിലെ ചിന്താശീലരായ വിദ്വാൻമാർ സനാതന ഹിന്ദു ധർമ്മത്തിൻ്റെ ഉപാസകരാണ്. ദുഃഖവും ദാരിദ്ര്യവും കഷ്ടതകളും മഹാരോഗങ്ങളും മറ്റും വിധികൽപ്പിതമാണ്, ഭാഗ്യദോഷമാണ്, ഈശ്വര നിശ്ചയമാണ് എന്നുള്ള ചിന്ത അലസന്മാരുടേതാണ്, അകർമ്മണ്യരുടേതാണ്, വിവേകികളുടേതല്ല. ചിന്താശീലരായ ബുദ്ധിമാന്മാരുടെ അഭിപ്രായമല്ല അത്. ഉണരുവിൻ, ഉത്കൃഷ്ട ചിന്താശീലരാകുവിൻ, സത്കർമ്മനിരതരാകുവിൻ, കഷ്ടതകളിൽ നിന്ന് മുക്തനാകുവിൻ. അതാണ് ഹിന്ദുധർമ്മം ആഹ്വാനം ചെയ്യുന്നത്. അത് കർമ്മവാദിയാണ്, ഭോഗവാദിയല്ല. ഒരു സനാതനധർമ്മിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഉത്തമമായിട്ട് ഒരു തീരുമാനം ഉണ്ട്. സത്കർമ്മത്തിൻ്റെ ഫലം നന്മയും ദുഷ്കർമ്മത്തിൻ്റെ പരിണാമം ദുഃഖവുമാണെന്ന്. വിതയ്ക്കുന്നതേ കൊയ്യുകയുള്ളൂ. ഈ ആപ്തവാക്യം സദാ സ്മരിക്കുക. ജന്മനാ ആരും പാപികളല്ല. ഇതാണ് ഹിന്ദുധർമ്മത്തിൻ്റെ വിശ്വാസവും. ഹിന്ദുധർമ്മം കർമ്മവാദിയാണ്. നന്മ തിന്മകൾ അവനവൻ്റെ കർമ്മഫലമാണ്. അതിനാൽ മനുഷ്യൻ ശുഭകർമ്മമേ ചെയ്യാവൂ. ഭാഗ്യവാദം, വിധിവിഹിതം വൈദേശിക ചിന്തകളാണ്. അത് അലസന്മാരുടെ സൃഷ്ടിയുമാണ്. ഹിന്ദു സനാതനധർമ്മം ഉദ്ഘോഷിക്കുകയാണ്, സത്കർമ്മികൾ ജീവിതത്തെ പവിത്രമായി നിലനിർത്തുന്നു. പ്രകൃതി നിയമം അനുസരിച്ച് ജീവിക്കുന്നവർ സദാപി ഉത്ഥാനപഥത്തിൽ മുന്നേറുന്നു. പ്രകൃതിയുടെ നിയമം അചലമാണ്, ഉറപ്പുള്ളതാണ്. ധീരനായ സൈനികനെ പോലെ കർത്തവ്യമാർഗത്തിൽ മുന്നേറുക, കർത്തവ്യപാലകരാകുക, ശാന്തി ലഭിക്കും. കർമ്മസിദ്ധാന്തം മനുഷ്യന് സ്ഥിരമായ ശാന്തി നൽകുന്നു, ആനന്ദം നൽകുന്നു. ഉത്തരോത്തരം നന്മ ചെയ്യാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഹിന്ദുധർമ്മം, സനാതനധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത്. അമൃതപുത്രന്മാരെ എന്നാണ് സനാതനധർമ്മം ആഹ്വാനം ചെയ്യുന്നത്, സംബോധന നടത്തുന്നത്. സനാതന ഹിന്ദുധർമ്മത്തിൻ്റെ 5ാമത്തെ സവിശേഷത, അത് ബുദ്ധിവാദിയാണ്, വിശ്വാസവാദിയല്ല. സനാതന ഹിന്ദുധർമ്മം സംബോധന ചെയ്യുന്നത് അമൃതാത്മാക്കളെ, പ്രേമസ്വരൂപരെ, അമൃതസ്വരൂപികളെ എന്നൊക്കെയാണ്, പാപികളെ എന്നല്ല.
ശ്രേഷ്ഠമായ മേധാശക്തിക്കും ബുദ്ധിശക്തിക്കും വൈദിക കാലം മുതൽ നമ്മുടെ ആധികാരികമായ ഗ്രന്ഥങ്ങളിലും കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നു. ബുദ്ധിർയസ്യ ജയന്തസ്യ എന്ന ദർശനം അതൊരാപ്തവാക്യമാണ്. ജീവിതത്തിൽ ബുദ്ധിശക്തിക്ക് ഉയർന്ന സ്ഥാനമാണുള്ളത്. ഗായത്രി എന്ന മന്ത്രമാതാവ്, വേദമാതാവ്, അതിമഹത്തായ ആ മന്ത്രം, ഗായത്രി മന്ത്രം ബുദ്ധിശക്തിക്ക് ഉയർന്ന സ്ഥാനം കൊടുക്കുന്നു. ധിയോ യോ നഃ പ്രചോദയാത് എന്ന് സവിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, അത് സനാതനധർമ്മവുമല്ല. ഭാരതീയ സനാതനധർമ്മം ഭക്ഷണത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, അറിവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. സനാതന ഹിന്ദുധർമ്മം ബുദ്ധിവാദിയാണ്, വിശ്വാസവാദിയല്ല. അറിവ് തരണേ, ജ്ഞാനം തരണേ എന്നാണ് സനാതനധർമ്മം പ്രാർത്ഥിക്കുന്നത്. തെളിഞ്ഞ ബുദ്ധിയുള്ളവർ പവിത്ര ജീവിതം നയിക്കുന്നു. സനാതന ഹിന്ദുധർമ്മത്തിൻ്റെ അടിത്തറ ആദ്യം ഉറപ്പിക്കുന്നു. ബുദ്ധരിയസ്യ ബലന്തസ്യ നിർബുദ്ധേസ്തു കുതോ ബലം. അർത്ഥാത് ആർക്കാണോ ബുദ്ധിയുള്ളത് അയാൾക്ക് തന്നെയാണ് ശക്തിയും ഉള്ളത്, ബലമുള്ളത്. അജ്ഞാനികൾക്ക് വല്ല ബലവും ഉണ്ടോ? അത്തരക്കാർ ദിവ്യമായ സ്വഭാവ ശുദ്ധിയുടെ മഹത്വവും അറിയുന്നില്ല. ജീവിതത്തെ വിവേകത്തോടുകൂടി പവിത്രമാക്കുക, ലോകത്തെ അറിയുക, ഉത്തമമായത് മാത്രം അനുഭവിക്കുക, അനുഷ്ഠിക്കുക. സനാതന ഹിന്ദുധർമ്മം വിവേകിനിയായ ബുദ്ധിയെ പൂജിക്കുന്നു. അതുകൊണ്ട് അതിന് സഹനശീലത എന്ന സദ്ഗുണമുണ്ട്. എതിരഭിപ്രായക്കാരെ വെറുക്കുന്നില്ല, അവരോട് വിരോധം പുലർത്തുന്നില്ല. എല്ലാം കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, ഉത്തമമായത് മാത്രം സ്വീകരിക്കുന്നു. ഇതാണ് സനാതനധർമ്മം. സനാതന ഹിന്ദുധർമ്മത്തിലെ സർവോന്നതമായ ആദർശങ്ങളെ അറിയുക, ഉയർത്തിക്കാട്ടുക, പ്രചാരണം കൊടുക്കുക. അതാണിന്ന് നമുക്ക് കരണീയമായിട്ടുള്ളത്. ലോകത്തിലെല്ലാവർക്കും സ്വതന്ത്രമായ വിശ്വാസം പുലർത്താനുള്ള അധികാരവും അർഹതയുമുണ്ട്. സംഘടനകൾ ഒഴിവായി കിട്ടും. ആദർശം ഉത്തമമായിരിക്കണം, ശ്രേഷ്ഠമായിരിക്കണം. സനാതന ഹിന്ദുധർമ്മത്തിൻ്റെ ആറാമത്തെ സവിശേഷത ഇതാണ്. അത് സത്യവാദിയാണ്, ഭോഗവാദിയല്ല. ഇത് ഹിന്ദുധർമ്മത്തിൻ്റെ ആറാമത് സവിശേഷതയാണെന്ന് ഓർമ്മ വയ്ക്കുക. സനാതന ഹിന്ദുധർമ്മത്തിൻ്റെ എല്ലാം സൃജനാത്മക കർമ്മ പദ്ധതികളും ത്യാഗാത്മകമാണ്. ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പരമാവധി കുറയ്ക്കുക. ആത്മീയ ഉന്നതിക്ക് വേണ്ടി ജീവിതചര്യകളെ
സന്മാർഗത്തിലൂടെ ഉന്നതി പ്രാപിക്കുക, സദാചാരം വളർത്തിക്കൊണ്ടേയിരിക്കുക എന്നിവ സനാതന ഹിന്ദു ധർമ്മത്തിലെ സാംസ്കാരിക ശൈലിയാണ്. ആവശ്യങ്ങൾ പരിമിതമാകുമ്പോൾ സംഘർഷങ്ങളും കുറഞ്ഞു വരും, ശാന്തി ഉണ്ടാകും. വ്യക്തി അധ്യാത്മവാദിയാകുമ്പോൾ ഈശ്വരാന്വേഷണം, ഈശ്വരപ്രാപ്തി സുഗമമാകും എന്നാണ് ഹിന്ദു സനാതന ധർമ്മം അനുശാസിക്കുന്നത്. ഹിന്ദു അനുയായികൾ ആയവർ, ഹിന്ദു ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ പരിമിതപ്പെടുത്തുന്നു, അത്യാഗ്രഹം, തൃഷ്ണ ഒഴിവാക്കുന്നു. പാശ്ചാത്യ സംസ്കൃതിയുടെ അമിത പ്രഭാവമാണ് ഹിന്ദു സനാതന ധർമ്മത്തിന് അപജയം സൃഷ്ടിക്കുന്നത്. ഭാരതത്തിലെ ആദിവാസികളിലേക്ക് ഹിന്ദു സനാതന സംസ്കൃതിയുടെ നന്മകൾ എത്തിച്ചു കൊടുക്കണം. ബൗദ്ധ ധർമ്മത്തിൻ്റെ പ്രഭാവമാണ് ക്രിസ്തുമതത്തിൽ കാണുന്ന ത്യാഗഭാവവും ത്യാഗപൂർണമായ സഹവർത്തിത്വവും. അവിടെയും അത് വേണ്ട വിധം ഇന്ന് വളർന്നു വരുന്നില്ല. അധാർമികമായ ധനസമ്പാദനത്തിൻ്റെ ഭയങ്കരമായ അപകടം സനാതന ധർമാചാര്യന്മാർ വൈദിക കാലം മുതൽ അറിഞ്ഞു വരുന്നു. ധർമ്മത്തിൽ അധിഷ്ഠിതമായ ധനാർജനം ജീവിതത്തിൽ ശാന്തി നിലനിർത്തുന്നു. സമാജത്തിൻ്റെ സമാജത്തിൻ്റെ ആദർശം ഉത്തമമായ മാതൃക നിലനിർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടത്. ആദർശവിരുദ്ധമായിട്ടൊന്നും തന്നെ ചെയ്തു പോകരുത്, പറഞ്ഞു പോകരുത്. ധർമ്മനിഷ്ഠത ധനാർജനത്തിലും പരമാവശ്യമാണെന്ന് മനസ്സിലാക്കുക. ജീവിത രീതിയാകണം. ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ധനം സുഖവും ശാന്തിയും നൽകുന്നു. തന്മൂലം സമാജത്തിൽ ധനാർജന രോഗം മാറിക്കിട്ടുന്നു. സമ്പന്നർ ലോക ഉപകാരകാര്യങ്ങൾക്ക് തൻ്റെ സമ്പത്ത് ത്യാഗപൂർണമായിട്ട് ചെലവഴിക്കുക. എല്ലാവർക്കും ജ്ഞാനാർജനത്തിനുള്ള വാതിൽ തുറന്നിടുക. ശാന്തി സുഖത്തിനുള്ള അടിത്തറ പാക്കുക. ഹിന്ദു ധർമ്മത്തിലെ ഇത്തരം സവിശേഷതകളാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ ലോകാരാധ്യനായി മാറ്റുന്നത്. അനന്തതയെക്കുറിച്ചുള്ള അന്വേഷണം, അതായത് സത്യാന്വേഷണം, സമ്പൂർണമായ ജീവിതം. ഗാന്ധിജി സ്വജീവിതത്തിലൂടെ അഹിംസയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ ധർമ്മമാർഗത്തിലൂടെ ചരിച്ചു. ലോകത്തിന് മുഴുവൻ നന്മ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഇന്നും വിദേശ നിവാസികളായ ബുദ്ധിമാന്മാർ, ജ്ഞാനാന്വേഷികൾ ഗാന്ധിമാർഗത്തിലേക്ക്, ഗാന്ധിയൻ വിചാരധാരയിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങുന്നു. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ലോകം ഭാരതത്തിൽ നിന്നും പഠിച്ചെടുക്കാനുണ്ട്. ലോകത്തിന് മുഴുവൻ ശാന്തിയും സമൃദ്ധിയും ആനന്ദവും സന്തോഷവും സമരസതയും നിലനിർത്തണമെങ്കിൽ ഭാരതത്തിലെ അനാദി സനാതനമായ ഹിന്ദു സംസ്കൃതിയെയും ധർമ്മത്തെയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വസ്ത്യസ്തു ശുഭമസ്തു.